കർക്കിടകത്തിലെ മഴയാണ്. കഴിഞ്ഞ വർഷമാണെങ്കിൽ മഴ ഇത്രയും ഇല്ലായിരുന്നു. ഒരുപാട് മഴ കുറവായിരുന്നു. ഈ വർഷമാണെങ്കിൽ മഴ കനക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും മഴ കൂടുന്നതാണ്. മഴയ്ക്ക് ഇതുവരെ പെയ്ത് തീർന്ന് ആശ തീർന്നില്ലെന്ന് തോന്നുന്നു. അതുപോലെ അങ്ങ് മഴയാണ്. രാവിലെ മഴ, ഉച്ചയ്ക്ക് മഴ, വൈകിട്ട് മഴ, സന്ധ്യയ്ക്ക് മഴ. എപ്പം നോക്കിയാലും അങ്ങ് മഴയാണ്. കുറച്ചു നേരം സൂര്യൻ ഓർക്കും ഞാനെന്നാ ഒന്ന് വരട്ടെന്നും പറഞ്ഞ് വരും. വന്ന് ചെറിയൊരു വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് മഴ തുടങ്ങും. പിന്നെ ഈ വർഷം ഏതായാലും വെള്ളം പൊങ്ങിയില്ല. ഇനി പൊങ്ങുമോയെന്നറിയില്ല. വെള്ളം പൊങ്ങുവാണെങ്കിൽ ഇവിടെ പറമ്പിലും ഒക്കെ കയറും. വീടിൻ്റെ മുറ്റത്തും കൂടുതലാണെങ്കിൽ പെരയുടെ അകത്തും ഒക്കെ കയറും വെള്ളം. ഇത്തവണ എന്തോ പറ്റിയോ വെള്ളം പൊങ്ങിയില്ല. ഏതായാലും മഴയൊക്കെ പെയ്യട്ടെ. മഴയ്ക്ക് ആശ്വാസം ആകട്ടെ. മഴ ആശതീരെ അങ്ങ് പെയ്യട്ടെ. ഇപ്പം രാവിലെ 2 കുരുപ്പുകൾ അമ്മ എഴുന്നേറ്റോ അപ്പാപ്പം ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാമെന്ന് നോക്കിയിരിക്കുക. ഇതാണ് പൊന്നപ്പന്. ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് പൊന്നപ്പൻ എന്ന് പറയുന്നത്. ഒരു 4.5 വർഷമായി എവിടെ നിന്നോ കരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് വന്ന ഒരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ രാവിലെ എല്ലാവർക്കും ചായ അനത്തി. രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. അതിനുശേഷം എല്ലാവർക്കും ഓരോ ചായയൊക്കെ അനത്തി. പിന്നെ ചപ്പാത്തിക്ക് മാവ് അതെല്ലാം കുഴച്ച് വെച്ചു. പിന്നെ ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കുകയാണ്. അങ്ങനെ പരത്തി കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ പുരട്ടി ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. പിന്നെ അച്ഛന് പിന്നെ എണ്ണ പുരട്ടാത്ത റൊട്ടി വേണം. അങ്ങനെ പിന്നെ ചപ്പാത്തിക്ക് പിന്നെ കിഴങ്ങും മുട്ടയും കൂടെ ചേർത്ത് ഒരു കറി ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ കുഞ്ഞു വിശേഷമാണിതൊക്കെ. ഇപ്പോൾ പൊന്നപ്പൻ രാവിലെ അവിടെ വന്ന് നോക്കുന്നുണ്ട് എനിക്ക് വല്ലതും തരുമോ. രാവിലെ ഇന്ന് എണീക്കാൻ ഇച്ചിരി താമസിച്ചു. ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പൊതുവേ താമസിച്ചു. അപ്പോൾ എണീക്കാൻ താമസിച്ചപ്പം പൊന്നപ്പനൊരു പേടി, ഇനിയും ആഹാരം രാവിലെ ഉണ്ടാക്കുമോ, അമ്മ എന്ത് ചെയ്യേ, അമ്മയെ കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പൊന്നപ്പൻ വന്ന് അവിടെ ഇരിപ്പായി. പിന്നെ ചപ്പാത്തിയായി, മുട്ടക്കറിയായി. പിന്നെ മുട്ട കറി കൂട്ടാത്തവർക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പൊന്നപ്പന് ഞാൻ ചപ്പാത്തി കൊടുത്തു. പൊന്നപ്പൻ അവിടെ ഇരുന്ന് തിന്നുക. പൊന്നപ്പന് സന്തോഷം. രാവിലെ അമ്മയുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോഴേ പൊന്നപ്പന് ഭയങ്കര സന്തോഷമാണ്. തിന്നുവാണോ അമ്മ എനിക്ക് തന്നല്ലോ എന്നും പറഞ്ഞ്. ഞങ്ങളുടെ വീട് മുഴുവൻ കാവൽ നിൽക്കുന്നതാണ് ഈ പൊന്നപ്പനെന്ന് പറയുന്നത്. പുളി വെയിലത്ത് വെച്ചാൽ അവിടെ പോയി കാവലിരിക്കും. മഴയുണ്ടോ എന്ന് നോക്കും. അങ്ങനെ നല്ല സ്നേഹമാണ്. മനുഷ്യരെക്കാട്ടി നല്ല സ്നേഹമുള്ളതാണ്. ഇപ്പം രാവിലെ അങ്ങനെ ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം